സുവിശേഷം 3-ാം അധ്യായം. ഹല്ലേലൂയ. അതിനകത്ത് നമ്മൾ 3-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ഈ സ്നാപയോഹന്നാൻ സ്നാനം കഴിപ്പിച്ച് വരുന്ന ഭാഗങ്ങളാ ഈ 3-ാം അധ്യായം, ലൂക്കാ സുവിശേഷം 3. അപ്പം ലൂക്ക് ചാപ്റ്റർ 3 3-ാം വാക്യം 3:3 ഇങ്ങനെ പറയുന്നു. Then John went from place to place on both sides of the Jordan River, preaching that people should be baptized to show that they had repented of their sins and turned to God to be forgiven. 3:3 ലൂക്കാ സുവിശേഷം. അവൻ യോർദാനായിരിക്കെയുള്ള 3:3 ലൂക്കാ സുവിശേഷം. അവൻ യോർദാനായിരിക്കെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. ആമേൻ. അപ്പം യോഹന്നാൻ ചെയ്ത കാര്യം മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ മാനസാന്തരപ്പെടണം, സ്നാനപ്പെടണം എന്ന് വിളിമാനം പറഞ്ഞ് പക്ഷേ സ്നാപയോഹന്നാന്റെ ശുശ്രൂഷയെ എതിർത്തവരുണ്ട്, ഇഷ്ടപ്പെടാത്തവരുണ്ട്. നമ്മുടെ സ്നാപയോഹന്നാന്റെ രീതികൾ കാണുന്നു. 3-ാം അധ്യായം, ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 7-ാം വാക്യത്തിനകത്ത് വരുമ്പം സ്നാപയോഹന്നാൻ ജനത്തിനോട് ഭയങ്കര നമ്മൾ ഭയന്നു പോകുന്ന വണ്ണം അവരോട് സംസാരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവരോട് പറയാ അണലി സന്തതികളെ എന്നൊക്കെ പറഞ്ഞ് അവരെ സംബോധന ചെയ്യുക. പക്ഷെ അവരോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, നിങ്ങളത് ചെയ്യണം എന്ന് വചനം അനൗൺസ് ചെയ്യുക, വാർണിംഗ് ഒക്കെ കൊടുത്ത് അനൗൺസ് ചെയ്യുക. എന്നിട്ട് മിണ്ടാതിരുന്നില്ല. തനിക്ക് താൻ പാപം കണ്ടപ്പം ആ പാപത്തിനെയും ചൂണ്ടിക്കാണിച്ച് അങ്ങേയറ്റം രാജ്യം ഭരിക്കുന്ന ഹെരോദ് രാജാവിനെ വരെയും ഇങ്ങനെ കുറ്റം പറഞ്ഞു. നീ ഇങ്ങനെ ജീവിക്കുന്നത് പാപമാ എന്നൊക്കെ പറഞ്ഞ് ഉള്ള കാര്യം സത്യമായിട്ട് തന്നെ വിളിച്ചു പറഞ്ഞ്, പക്ഷെ തന്നെ ഏൽപ്പിച്ച ജോലി താൻ ചെയ്തുകൊണ്ടേയിരുന്നു. ക്ഷീണിച്ചു പോകാതെ മടുത്തു പോയ ജോലി കർത്താവിന്റെ സന്നിധിയിൽ സ്നാപയോഹന്നാൻ ചെയ്തുകൊണ്ടേയിരുന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നപ്പം ദൈവം സ്നാപയോഹന്നാനെ അനുഗ്രഹിച്ചു. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം 21-ാം വാക്യത്തിനകത്ത് വരുമ്പോ വചനം ഇങ്ങനെ പറയുന്നു. One day when the crowds were being baptized, Jesus himself was baptized. ജനമെല്ലാം സ്നാനമേറ്റ ശേഷം യേശുവും സ്നാനം ഏറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. അപ്പം ഒരു ദിവസം ഇങ്ങനെ ഓരോരുത്തരെ ഇങ്ങനെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോ, അപ്പൊ അതിന് മുമ്പ് ലൂക്കാ സുവിശേഷം 3-നകത്ത് അതിന്റെ 16-17 വാക്യങ്ങൾക്കകത്ത് സ്നാപയോഹന്നാൻ പറയുന്നുണ്ട്, ദേ ഞാനല്ല മിശിഹ, ഒരുവൻ വരും, ഞാൻ നിങ്ങളെ വെറും വെള്ളം കൊണ്ടാണ് ഞാൻ സ്നാനപ്പെടുത്തുന്നത്, പക്ഷെ എന്നെക്കാട്ടിലും വലിയ ഒരുവൻ വരും, അവൻ എൻ്റെ പുറകെ ഉണ്ട്, അവൻ്റെ ഇല്ല, പക്ഷെ അവൻ വരും. എപ്പോഴാ വരുന്നേ? ഏതാ? സ്നാപയോഹന്നാൻ പോലും കണ്ടിട്ടില്ല ഇവൻ ആരായെന്ന്, ഒന്നും അറിയത്തില്ല. ഹല്ലേലൂയ. അപ്പം തന്നെ ഏൽപ്പിച്ച ജോലി താൻ സത്യമായും വിശുദ്ധമായും താൻ വലിയ ആത്മാർത്ഥതയോടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നപ്പം ദൈവം സ്നാപയോഹന്നാനെ അനുഗ്രഹിക്കുന്നതാ. ഹല്ലേലൂയ. ഇതാരാണെന്ന് പോലും സ്നാപയോഹന്നാൻ അറിയത്തില്ല. ഇങ്ങനെ സ്നാപയോഹന്നാൻ ഇങ്ങനെ ഈ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ദിവസം അത്ഭുതകരമായിട്ട് യേശു അവിടെ വന്നിട്ട് യേശു സ്നാപയോഹന്നാന്റെ കൈ കീഴിൽ സ്നാനപ്പെടുക. സ്തോത്രം. എന്നിട്ട് സ്വർഗം തുറന്ന് അവിടെ വെളിപ്പെടുത്തുക, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. സ്നാനപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഈ സ്നാപയോഹന്നാന് കൊടുത്ത ഒരു വലിയൊരു അനുഗ്രഹമാ, തൻ്റെ സ്വർഗത്തിലെ പ്രിയപുത്രനായ യേശുവിനെ സ്നാനപ്പെടുത്തുവാൻ. ഇത് മനഃപൂർവ്വമായിട്ട് അറിഞ്ഞുകൊണ്ട് ഒന്നും അല്ല സ്നാപയോഹന്നാൻ ചെയ്ത്. മറ്റു സുവിശേഷ ഭാഗങ്ങളിൽ വരുമ്പോൾ നമുക്ക് കാണാനല്ല സ്നാപയോഹന്നാൻ ചെയ്ത്. മറ്റു സുവിശേഷ ഭാഗങ്ങളിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, സ്നാപയോഹന്നാൻ ഇത് യേശു ആണെന്ന് അറിഞ്ഞപ്പോ യേശുവിനോട് പറയുന്നു, ഇല്ലില്ല, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തത്തില്ല. അപ്പൊ യേശു പറയുക, ഇല്ല, നീ എന്നെ സ്നാനപ്പെടുത്തിയേ പറ്റൂ. കണ്ടോ? അത്
ഈ വചനം എന്താ ഇങ്ങനെ ചിന്തിക്കാൻ കാരണം, നമ്മളെ എന്തെങ്കിലും ദൈവം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വിശ്വസ്തയോടെ അങ്ങ് ചെയ്താൽ മതി. ഹല്ലേലൂയ. നമ്മൾ വിശ്വസ്തയോടെ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പം ദൈവത്തിന് നമ്മളെ അടുത്തൊരു ലെവലിലേക്ക് കയറ്റാൻ സാധിക്കും. സ്തോത്രം. നമ്മൾ വാഗ്ദത്തം കേൾക്കും, നമ്മൾ ദൂത് കേൾക്കും, ഓരോന്ന് കേൾക്കും നമ്മള്. പക്ഷെ നമ്മൾ ആ കേട്ടതിനനുസരിച്ച് നമ്മൾ വിശ്വസ്തയോടെ നമ്മൾക്ക് ഉള്ള കഴിവിനകത്തും ഉള്ള സാഹചര്യത്തിനകത്തും നമ്മൾ കേട്ടതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചില്ല എങ്കിൽ, നമ്മൾ അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മൾ പറയാ ഇനിയും വരട്ടെ, അത് നടക്കട്ടെ, ഞാനത് നടക്കുമ്പോഴേ ഞാനത് വിശ്വസിക്കത്തുള്ളൂ, ഞാൻ ആ അത്ഭുതം കണ്ടിട്ട് ഞാൻ വിശ്വസിക്കുള്ളൂ. പ്രാർത്ഥിച്ചില്ലേ, പ്രാർത്ഥിച്ചിനി ഞാൻ അത്ഭുതം അതിനകത്ത് വേറെ അതിനു വേണ്ടി ഞാൻ ഓരോ സ്റ്റെപ്പ് എടുത്തു വെച്ച് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ഞാൻ വിശ്വാസത്തോടെ ചെയ്യാം. കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പുറകെ ചെയ്യും. ആ ഒരു ധൈര്യം എന്നോട് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പുറകെ ചെയ്യും. ആ ഒരു ധൈര്യം, ആ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് ഉണ്ടാവണം. നമ്മൾ എന്താണോ ചെയ്യുന്നത്, അല്ലെ, നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യം നമ്മൾ മിണ്ടാതെ നമ്മൾ ചെയ്യുക, ദൈവ മഹത്വത്തിന് വേണ്ടി ചെയ്യുക. അതിനകത്ത് പിറുപിറുത്തും കുറ്റവും പറഞ്ഞും അതിനകത്തെ കുറവുകൾ, കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണ് എന്നെ ആ വലിയ ഉദ്ദേശത്തിലേക്ക് എത്തിക്കുന്നത്. കണ്ടോ, ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ വാഗ്ദത്തമായിരുന്നു സ്നാപയോഹന്നാൻ യേശുവിനെ സ്നാനപ്പെടുത്തണം, യേശുവിനെ റിവീൽ ചെയ്യണം. കണ്ടോ, സ്നാപയോഹന്നാനെ ദൈവം ഏൽപ്പിച്ച വലിയ ദൗത്യമാത്. ഹല്ലേലൂയ. വലിയ വാഗ്ദത്തമാത്. ഹല്ലേലൂയ. സ്നാപയോഹന്നാൻ യേശു കർത്താവിനെ വെളിപ്പെടുത്തണമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. എന്നിട്ട് ഈ എന്നാന്ന് വെച്ചാൽ നമ്മൾ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് വരുമ്പോ ഈ സ്നാപയോഹന്നാനെ കുറിച്ച് ദൈവം വന്നിട്ട് സ്നാപയോഹന്നാന്റെ അപ്പനായ സക്കറിയാവോട് പ്രവചിക്കുമ്പം ഇങ്ങനെ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 13-ാം ദൂതൻ വന്നിട്ട് പറയാ, അവന് അനേക ഇസ്രായേലികളെ അവരുടെ മനം തിരിപ്പിച്ച് അവര് യേശുവിലേക്ക് അവരെ തിരിക്കും. ഹല്ലേലൂയ. എന്നിട്ട് അവനെ കുറിച്ച് ഒരുപാട് നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് അവിടെ. അപ്പം സക്കറിയാവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്, എനിക്ക് എങ്ങനെ അറിയാം ഇതെല്ലാം നടക്കുമെന്ന്? ഇങ്ങനെ ചോദ്യം വന്നത് കൊണ്ടാണ് ഹല്ലേലൂയ ദൂതന് സക്കറിയാവിന്റെ വായെ അടച്ചു വെക്കേണ്ടി വന്നത്. അടിയൻ ഇതാ എന്ന് ഞാനിത് പറഞ്ഞത് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു നിന്നിരുന്നെങ്കിൽ അത്ഭുതം അവിടെ അന്നേരം തന്നെ കണ്ടേനെ. പക്ഷേ സക്കറിയാവിന് നമ്മളെ മനുഷ്യരെ പോലെ തന്നെ ഒരു ചെറിയൊരു അപാകത ഉണ്ടായിരുന്നു. വലിയ ദർശനമൊക്കെ പറഞ്ഞു, ശരി, എൻ്റെ കയ്യിൽ പരിമിതികളുണ്ട്, എങ്ങനെ നടക്കും? പക്ഷെ നമ്മൾ സ്നാപയോഹന്നാനെ നോക്കിക്കേ, സ്നാപയോഹന്നാനെ ഏൽപ്പിച്ച ദൗത്യം സ്നാപയോഹന്നാൻ ചെയ്തുകൊണ്ടേയിരുന്നു. സ്നാനപ്പെടുത്തി കഴിഞ്ഞു, നിങ്ങൾ സ്നാനപ്പെടണം, നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ ദൈവരാജ്യത്തിൽ കയറണം പറഞ്ഞുകൊണ്ടേ. ഇതിന് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ്? നമ്മളത് വിശ്വസ്തയോടെ നമ്മൾ ചെയ്യുക. അല്ലെ, നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിന് നമ്മളെ ഓടിച്ചിട്ട് അടുത്ത തലത്തിലേക്ക് നമ്മളെ കയറ്റാൻ സാധിക്കും. ഹല്ലേലൂയ. സാധിക്കും. ഹല്ലേലൂയ. സ്നാപയോഹന്നാന് പോലും അറിയില്ലായിരുന്നു ആരായിരുന്നെന്ന്. പക്ഷെ ആരുടെ മേൽ ആത്മാവ് വന്നിരിക്കുന്നോ ആ വ്യക്തിയാ വെളിപ്പെടേണ്ടത്. ആ വ്യക്തിയാണ് സ്വർഗത്തിൽ നിന്ന് ദൈവം അയച്ചിരിക്കുന്ന മിശിഹ എന്ന്. ഹല്ലേലൂയ. ആ ഒരു കാര്യം സ്നാപയോഹന്നാൻ അറിയായിരുന്നു. സ്തോത്രം. സ്നാപയോഹന്നാനെ ഏൽപ്പിച്ചത് ധൈര്യത്തോടെ ചെയ്തപ്പം ഹല്ലേലൂയ ദൈവം തന്നെ മാനിച്ചു. ഹല്ലേലൂയ. തൻ്റെ കണ്ണു മുമ്പില് പരിശുദ്ധാത്മാവ് യേശു കർത്താവിന്റെ മേൽ വന്നിരുന്നു. ഹല്ലേലൂയ. ആ വന്നിരുന്നപ്പം തിരിച്ചറിഞ്ഞു ഇതാണ് യേശുവെന്ന്. ഹല്ലേലൂയ. ഒരു നാളും നമ്മളെ കൈവിടത്തില്ല. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമ്മള് 9-ാം അധ്യായത്തിനകത്ത് വരുമ്പോ നമുക്കൊരു അനന്യാസിനെ കാണാം. ഈ അനന്യാസ് എനിക്ക് തോന്നുന്നു യേശുവിൽ വന്നു കഴിഞ്ഞ് യേശു സ്വർഗത്തിൽ പോയി കഴിഞ്ഞ് സഭയ്ക്ക് വലിയ പ്രതികൂലങ്ങളൊക്കെ ഡമാസ്കോസ് പട്ടണത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ച് ഇരുന്ന ഒരു വ്യക്തിയാ. തന്നെ ഏൽപ്പിച്ച ജോലി ദൈവസഭയ്ക്ക് വേണ്ടി ഇടവിൽ നിൽക്കാൻ വേണ്ടിയാ.
തന്നെ ഏൽപ്പിച്ച ജോലി ബലഹീനരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഇന്ന് കുറവും ബലഹീനതുമുള്ളവരായവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ. ഇന്ന് കുറവും ബലഹീനതുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാതെ അവരുടെ നഗ്നത വലിച്ചഴിച്ച് പുറത്തു ഇട്ട് മറ്റുള്ളവരെ വിളിച്ചിട്ട് ദൈവം ഒന്ന് പരിഹസിച്ചേന്ന് വിളിക്കാൻ അല്ല, പറഞ്ഞാനല്ല ദൈവം നമ്മളെ ആക്കിയിരിക്കുന്നത്. സ്തോത്രം. അപ്പം ഒരു അനന്യാസ് ഉണ്ടായിരുന്നു. തന്നെ ഏൽപ്പിച്ചത് താൻ വിശ്വസ്തയോടെ താൻ ചെയ്യുന്നുണ്ടായിരുന്നു. ദൈവം ഇത് കണ്ടെന്നേ. ഹാലലൂയ. ദൈവം ഇത് കണ്ടിട്ട് അനന്യാസിനെ ഇറക്കിക്കൊണ്ട് വന്ന് ഒരു ദർശനത്തില് അനന്യാസിനോട് സംസാരിച്ചിട്ട് പറയുക, ദൗത്യം ഏൽപ്പിക്കുക. എന്താ വീട്ടിൽ പോകണം. യൂദാസിന്റെ വീട്ടിൽ പോകുമ്പം അവിടെ ഒരു മനുഷ്യനുണ്ട്, സൗൾ എന്ന് പറഞ്ഞ മനുഷ്യൻ. അവന് കണ്ണ് കാണത്തില്ല. അവന്റെ കണ്ണിന്റെ കാഴ്ച ഞാൻ എടുത്ത് മാറ്റി. അവൻ എന്നോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവന്റെ മേൽ പോയി കൈവെക്കണം. കണ്ടോ, ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിന്ന അനന്യാസിനെ ദൈവം കണ്ടു. തന്നെ ഏൽപ്പിച്ച കാര്യം താൻ വിശ്വസ്തയോടെ ഇന്നാള് വരെയും ചെയ്തുകൊണ്ടിരുന്നു. ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു സഭയ്ക്ക് വേണ്ടി. ഇത് കാരണം ദൈവം എന്ത് ചെയ്തു? വലിയൊരു ദൗത്യം കയ്യിൽ ഏൽപ്പിച്ചു. ഒരു അപ്പസ്തലനെ അഭിഷേകിച്ചു. ഹാലലൂയ്യ. ദൈവം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കർത്താവ് കാണുന്നുണ്ട്. നമ്മൾ എത്രത്തോളം വിശ്വസ്തയോടെയാണോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കർത്താവ് നോക്കുന്നുണ്ട്. ഹാലലൂയ്യ. നമ്മൾ പലതും എന്നെ കൊണ്ടൊന്നും വയ്യ, അല്ലെങ്കിൽ ഇതൊക്കെ ഏറ്റല്ലോ, അല്ലെങ്കിൽ ഇതൊക്കെ ഏൽപ്പിച്ചല്ലോ, അത് കാരണം അങ്ങ് ചെയ്തേക്കാം. 100 പിറുപിറുപ്പും പറഞ്ഞ് കുറെ കുറ്റമൊക്കെ പറഞ്ഞ് അതിനകത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റത്തില്ല. ഹാലലൂയ്യ. എന്നിട്ട് പിന്നെ ചോദിക്കല്ലോ, ദൈവമേ ഞാൻ നിനക്കിതെല്ലാം ചെയ്തല്ലോ, പിന്നെന്താ എനിക്കിതൊന്നും ചെയ്യാത്തെ? സ്തോത്രം. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന എന്താണോ, ചെറുതും വലുതുമായിട്ട് എന്താണോ, ചിലപ്പോൾ ഏറ്റവും ചെറുതായിരിക്കും ഏൽപ്പിച്ചിരിക്കുന്നത്, പക്ഷെ അതൊന്ന് നന്നായിട്ട് ചെയ്യാമോ? തിരുവചനം പറയുന്നത്, കൊളോസ്യരുടെ ലേഖനം പറയുന്നത്, നമ്മളെല്ലാം ചെയ്യുന്നത്, സകലതും ചെയ്യുന്നത് കർത്താവിനെന്ന് പോലെ ചെയ്യാൻ എന്നാ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. ഹാലലൂയ്യ. കൊളോസ്യരുടെ ലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, Colossians chapter 3 verse number 23, work willingly at whatever you do as though you were working for the Lord rather than for കർത്താവിനെ എന്ന പോലെ മനസ്സോടെ ചെയ്യുവിൻ. 24 അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ യേശു കർത്താവിനെ നമ്മൾ സേവിക്കുന്നത് കാരണം, യേശുവിനെന്ന് പോലെ എല്ലാം ചെയ്യുന്നത് കൊണ്ട് തിരുവചനം നമ്മളോട് ഉറപ്പ് പറയുന്നു. ഹല്ലേലൂയ. തിരുവചനം നമ്മളോട് ഉറപ്പ് പറയുന്നു. ഹല്ലേലൂയ. ഉറപ്പായിട്ടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ട പ്രതിഫലം തരും. ഒരു കസേര പിടിച്ചിടുവാണെങ്കിലും, അയ്യോ എന്നെ കസേര പിടിച്ചിടാനാ വിളിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞോണ്ടല്ല, അതും കർത്താവിന് വേണ്ടിയാ, ഇരിക്കാൻ വേണ്ടിയുള്ള കസേരയാ ഇത് എന്ന് പറഞ്ഞൊന്ന് പിടിച്ചിട്ടേ, സ്തോത്രം, ഞാൻ ഉറപ്പോടെ പറയാം, ദൈവം ഓടിച്ചിട്ട് അനുഗ്രഹിക്കും. ഇതാണ് ആദ്യ സ്നേഹം. നമ്മൾ കർത്താവിനെ അറിയുന്ന ആദ്യ കാലങ്ങളില് തറ വരെ നക്കി തുടയ്ക്കാൻ തയ്യാറുള്ളവരായിട്ട് ഇറങ്ങിത്തിരിച്ചതല്ലേ. പക്ഷെ പോകെ എന്തൊക്കെ വന്നപ്പം ഞാൻ ആരൊക്കെയാണ് എന്നുള്ള ചിന്തയൊക്കെ അകത്ത് വന്നിട്ട് അതിനനുസരിച്ചുള്ള ഗമയോടെ പല കാര്യങ്ങളും ചെയ്യത്തുള്ളൂ. പക്ഷെ നോ, കർത്താവ് പറയുന്നത് നിങ്ങളെല്ലാം ചെയ്യുന്നത് എനിക്കെന്ന് പോലെ നിങ്ങളൊന്ന് ചെയ്യുക, എന്നെ ഓർത്ത് നിങ്ങളൊന്ന് ചെയ്യുക, എനിക്ക് വേണ്ടിയാ നിങ്ങളിതെല്ലാം ചെയ്യുന്നതെന്നോർത്ത് ചെയ്യുക എന്ന് പറഞ്ഞ് കർത്താവ് നമ്മളെ നിർബന്ധിക്കുക. നമ്മളെ വിളിച്ചിരിക്കുന്ന കാര്യം നമ്മൾ വിശ്വസ്തയോടെ ചെയ്താൽ ദൈവത്തിന് നമ്മളെ മാനിക്കാൻ പറ്റും. ഇന്നൊന്ന് പറഞ്ഞേ, എന്നെ വിളിച്ചിരിക്കുന്ന എന്ത് കാര്യമാണെങ്കിലും ഞാനത് വിശ്വസ്തയോടെ ചെയ്താൽ ദൈവം എന്നെ മാനിക്കും. ഹാലലൂയ്യ. അപ്പോസ്തലപ്രവൃത്തി 6 ദൈവം എന്നെ മാനിക്കും. ഹാലലൂയ്യ. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിനകത്ത് വരുമ്പോൾ ഒരു സ്റ്റിഫാനോസിനെ കാണുന്നുണ്ട്. ഈ സ്റ്റിഫാനോസിന്റെ പേര് 5-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 5-ാം വാക്യം. ഹാലലൂയ്യ. അപ്പോസ്തലന്മാർക്ക്
പ്രാർത്ഥിക്കാനും സമയം വേർതിരിച്ചിരിക്കാനും അപ്പോസ്തലന്മാർ എന്ന് വെച്ചാൽ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, ഇവർക്കൊക്കെ പ്രാർത്ഥനയിൽ മുറ്റി ഇരുന്നാലേ ഇവർക്ക് വചനം ശുശ്രൂഷിക്കാൻ പറ്റത്തുള്ളൂ. അത് കാരണം അവരെന്ത് ചെയ്തു? അവരെ 7 പേരെ അവര് തെരഞ്ഞെടുത്തു. അവരെ 7 പേരെ തെരഞ്ഞെടുത്തത് എന്തിനാ? മേശമേൽ വിളമ്പാൻ വേണ്ടി. 7 പേരെ തെരഞ്ഞെടുത്തത് എന്തിനാ? മേശമേൽ വിളമ്പാൻ വേണ്ടി തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഈ മേശമേൽ വിളമ്പാൻ വേണ്ടി തെരഞ്ഞെടുത്തവരില് 7 പേരില് ഒരാളായിരുന്നു സ്റ്റിഫാനോസ്. 5-ാം വാക്യം. സ്തോത്രം. സ്റ്റീഫൻ, എ മാൻ ഫുൾ ഓഫ് ഫെയ്ത്ത് ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. രണ്ടാം ഫിലിപ്പിനെ കുറിച്ചല്ല, ഫിലിപ്പോസിനെ കുറിച്ച്. അപ്പം സ്റ്റീഫൻ, ഫിലിപ്പ്, പ്രൊക്രസ്, അങ്ങനെ 7 പേരെ പറയുന്നുണ്ട്. അപ്പം ഫിലിപ്പ് എന്നുള്ള വ്യക്തിയും ഇതിനകത്തുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 6:5, ആക്ട്സ് ചാപ്റ്റർ 6 വേഴ്സ് നമ്പർ 5. സ്റ്റിഫാനോസിനെ കുറിച്ച് പറയുന്നു ആത്മാവ് നിറഞ്ഞവനാണെന്ന്. പക്ഷെ 6 പേരെ കുറിച്ചും വേറെ ഒന്നും പറയുന്നില്ല. ഹല്ലേലൂയ. അതിനകത്ത് നിക്കലോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ യഹൂദ വിശ്വാസത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നതാ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അല്ലാതെ ഇവരുടെ ആത്മീയതയെ കുറിച്ചൊന്നും പറയുന്നില്ല. സ്റ്റിഫാനോസിന്റെ മാത്രം ആത്മീയതയെ കുറിച്ച് പറയുന്നു. പക്ഷെ ഫിലിപ്പോസിന്റെ ആരുടെയും ആത്മീയതയെ കുറിച്ച് പറയുന്നില്ല. പക്ഷെ നമ്മള് അപ്പം ഇവര് മേശയിൽ വിളമ്പാൻ വിളിച്ച് ഇവരൊക്കെ പ്രാർത്ഥനയുള്ളവരായിരിക്കും തീർച്ചയായിട്ടും. എന്താന്ന് വെച്ചാൽ 3-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോസ്തല പ്രവൃത്തി 6:3 പറയുന്നു, അപ്പോസ്തലന്മാര് പറഞ്ഞു, സഹോദരന്മാരെ 7 ആണുങ്ങളെ അപ്പോസ്തലന്മാര് പറഞ്ഞു, സഹോദരന്മാരെ 7 ആണുങ്ങളെ തെരഞ്ഞെടുക്കണം. അവരുടെ ഗുണം എന്തായിരിക്കണം? അവര് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവരായിരിക്കണം, അവര് ആത്മാവ് നിറഞ്ഞവരായിരിക്കണം, അവര് ജ്ഞാനമുള്ളവരായിരിക്കണം. 3-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞ് അപ്പൊ നോക്ക്, അവര് ആത്മാവ് നിറഞ്ഞവരും ജ്ഞാനമുള്ളവരും അവര് നല്ല സാക്ഷ്യമുള്ളവരുമായിരിക്കണം. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ അവര് പ്രാർത്ഥനയും കൃപയും ഉള്ളവരായിരിക്കണം എന്ന്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഒരു സഭ അവരുടെ കയ്യിലോട്ട് കൊടുത്താൽ അവർ ആ സഭയെ ശുശ്രൂഷിച്ച് ക്രിസ്തുവിലേക്ക് വഴി നടത്തും. ഉറപ്പുണ്ട്. അങ്ങനത്തെ ആണുങ്ങള്. പക്ഷെ അവരെ വിളിച്ചത് നോക്ക്, മേശമേൽ വിളമ്പാനാ വിളിച്ചത്. അവർക്ക് ഓടിപ്പോകാമായിരുന്നു അല്ലെ? അവർക്ക് പറയാമായിരുന്നു, ഞങ്ങൾക്ക് ഇതിനകത്തൊക്കെ കൂടുതൽ കഴിവുള്ളവരാ, ഞങ്ങൾ കൃപയുള്ളവരാ, ഞങ്ങൾ അഭിഷേകം നിറഞ്ഞവരാ, ഞങ്ങൾ കൈവച്ചാൽ ഭൂതം ഓടുന്നവരാ, ഞങ്ങളെയാണോ മേശയിൽ വിളിച്ചിരിക്കുന്നത് വിളമ്പാൻ? ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവർക്ക് പിറുപിറുക്കാമായിരുന്നു. വിളിച്ചിരിക്കുന്നത് വിളമ്പാൻ ഞങ്ങളെ കൊണ്ടൊന്നും പറ്റത്തില്ല, അവർക്ക് പിറുപിറുക്കാമായിരുന്നു. പക്ഷെ അവരെ ഏൽപ്പിച്ചത് അവര് കർത്താവിനെന്ന് പോലെ അവര് ചെയ്തു. സ്തോത്രം. എന്നിട്ട് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം വരുമ്പോ നമ്മൾ കാണുന്നു, മേശയിൽ വിളമ്പി നിന്ന ഫിലിപ്പോസിനെ ദൈവം എടുത്തിട്ട് ശമരിയ പട്ടം ചെയ്യിപ്പിക്കുന്ന, ഹല്ലേലൂയ, അത്ഭുതമാക്കി തീർക്കുന്നത് നമ്മൾ കാണുന്നു. ഫിലിപ്പോസിന്റെ നിന്ന് നടക്കുന്ന അത്ഭുതം കണ്ടിട്ട് ജനലക്ഷങ്ങൾ വന്ന് ഫിലിപ്പോസിന്റെ കൈ ഒന്ന് വെക്കാൻ, ഒരു വാക്കൊന്ന് കേൾക്കാൻ, ഹല്ലേലൂയ, അവര് വന്ന് നിൽക്കുന്ന കാഴ്ച നമ്മൾ 8-ാം അധ്യായത്തിൽ കാണുന്നു. ഇത് മാത്രമല്ല, ദൈവം അടുത്ത ലെവലിലേക്ക് അങ്ങോട്ട് ഫിലിപ്പോസിനെ കയറ്റി. അപ്പം ദൈവം കൊണ്ടിട്ടിടത്തെല്ലാം ഫിലിപ്പോസ് വിശ്വസ്തനായിട്ട് നിന്നു. സ്തോത്രം. മേശയിൽ വിളമ്പിയത് കർത്താവിനെന്ന് പോലെ, സമരിയ പട്ടണത്തിൽ ചെന്ന് സുവിശേഷം ചെയ്തത് കർത്താവിനെന്ന് പോലെ, തന്റെ മഹത്വത്തിനല്ല, കർത്താവിനെന്ന് പോലെ, കർത്താവിന്റെ നാമം വലുതാവാൻ. അപ്പം കർത്താവ് പറഞ്ഞു, കൊള്ളാമല്ലോ, ഇവൻ ആള് മിടുക്കനാണല്ലോ, ഇവനെ മാനിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ദാണ്ട് ഫിലിപ്പോസിനെ ദൈവം എടുത്തു. ഈ 8-ാം അധ്യായം 26-ാം വാക്യം വന്നപ്പോഴത്തേക്ക്, ഹല്ലേലൂയ, ഈ ഫിലിപ്പോസിനെ ശമരിയായി ഒരു രാജ്യത്തിന്റെ ട്രഷററിനോട് സംസാരിക്കാൻ, ഷണ്ടനോട് സംസാരിക്കാൻ കൊണ്ടിട്ടു. സ്തോത്രം. അതും ഫിലിപ്പോസ് മിടുമിടുക്കനായിട്ട് ചെയ്തു. കർത്താവിനെന്ന് പോലെ ചെയ്തു. ഒറ്റ സംസാരമേ പറഞ്ഞുള്ളൂ. ഷണ്ടൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുക, ഇനി ഞാൻ വെയിറ്റ് ചെയ്യില്ല, ഞാൻ സ്നാനപ്പെട്ടേ ഉള്ളൂ. ഹല്ലേലൂയ. സ്നാനപ്പെടുത്തിയെടുത്തു എന്ന് പറഞ്ഞാൽ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു രാജ്ഞിയുടെ വലം കൈ ആയിരുന്ന ഷണ്ടനെ സ്നാനപ്പെടുത്തുവാനായിട്ടുള്ള അഭിഷേകം ദൈവം ഫിലിപ്പോസിന്റെ മേൽ കൊടുത്തു. ആ ദൗത്യം ഫിലിപ്പോസിന്റെ മേൽ കൊടുത്തു. കണ്ടോ? ഫിലിപ്പോസിന്റെ മേൽ കൊടുത്തു. ആ ദൗത്യം ഫിലിപ്പോസിന്റെ മേൽ കൊടുത്തു. കണ്ടോ? തന്നെ ഏൽപ്പിച്ചതെല്ലാം
താൻ അതിശക്തമായിട്ട് ദൈവത്തിനെന്ന് പോലെ കർത്താവിനെന്ന് പോലെ സകലതും ചെയ്തു. കർത്താവിന് മാനിക്കാതെ ഇരിക്കാൻ പറ്റിയില്ല. ഹല്ലേലൂയ. ഫിലിപ്പോസിനെ ദയിപ്പിക്കുന്ന കാര്യങ്ങള് നമ്മൾ ചെറുതാണോ വലുതാണോ എന്നൊന്നും നോക്കണ്ട. പക്ഷെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങള് നമ്മൾ കർത്താവിനെന്ന് പോലെ നമ്മൾ ചെയ്യാം എന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, ദൈവം നമ്മളെ അടുത്ത ലെവലിലേക്ക് കയറ്റും. ഇന്ന് അടുത്ത ലെവലിൽ കയറണോ? അടുത്ത ലെവലിൽ കയറണമെങ്കിൽ എനിക്ക് അടുത്ത ലെവലിൽ കയറണം, ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. നോ നോ നോ, അങ്ങനെയല്ല. നമ്മളെ എന്താണോ നമ്മുടെ ലൈഫിനകത്ത് ഈ ദിവസങ്ങളിൽ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത്, അത് പിറുപിറുപ്പില്ലാതെ, കുറ്റം പറയാതെ, തമ്മിൽ വഴക്കിടാതെ, ഹല്ലേലൂയ, ഒന്ന് ചെയ്യാമോ? കർത്താവിനെന്ന് പോലെ കർത്താവ് മാനിക്കും. അവിടെ നമ്മള് ആ മരുഭൂമിക്കകത്ത് കണ്ട ഫിലിപ്പോസിനെ പിന്നെ നമ്മൾ എവിടെ കാണുന്നതെന്നറിയോ? അപ്പോസ്തല പ്രവൃത്തി 21-ാം അധ്യായത്തില് ഹല്ലേലൂയ അതിന്റെ 8-ാം വാക്യം വരുമ്പോ ദേ ഫിലിപ്പോസിന് ഒരു സ്ഥാനപ്പേരും കൂടെ കൊടുത്തു, ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്. കണ്ടോ? ബൈബിൾ എടുത്തോണ്ട് കൊണ്ടുപോയി മരുഭൂമിക്കകത്തിട്ട് ഷണ്ടനോട് സംസാരിച്ച് ഷണ്ടനെ സ്നാനപ്പെടുത്തിയ ആ ഫിലിപ്പോസിനെ ദൈവം ബഹുമാനിച്ചിട്ട് ദൈവം ഫിലിപ്പോസിന് 4 പ്രവചിക്കുന്ന പെൺകുഞ്ഞുങ്ങളെ കൊടുത്തിട്ട് ഫിലിപ്പോസിന് ഒരു പേരും കൊടുത്തു, ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്. ഹല്ലേലൂയ. 21-8 ദ ഇവാഞ്ചലിസ്റ്റ്. ഹല്ലേലൂയ. 21-8 അപ്പോസ്തല പ്രവൃത്തി 21-8. ഹല്ലേലൂയ. സുവിശേഷകനായ ഫിലിപ്പോസ്. ഈ ഫിലിപ്പോസ് ഹല്ലേലൂയ, ഈ ഫിലിപ്പോസിനെ സ്തോത്രം, ഫിലിപ്പോസിന്റെ ഭവനത്തില് ഒരു അപ്പോസ്തലനായ അടുത്ത തലത്തിലുള്ള അപ്പോസ്തലനായ പൗലോസിനെ സ്വീകരിക്കുവാനായിട്ടുള്ള ഭാഗ്യം കൊടുത്തു. സ്തോത്രം. ഇന്ന് നമ്മൾ വിശ്വസ്തയോടെ നിന്നാ മതി കർത്താവിന്റെ സന്നിധിയില്. കർത്താവ് നമ്മളെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. 2, നമ്മുടെ മേൽ കിടക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും ഹല്ലേലൂയ കുറ്റം പറയാതെ പിറുപിറുപ്പില്ലാതെ മറ്റുള്ളവരുടെ കുറ്റവും കണ്ടുപിടിക്കാതെ നമ്മൾ എന്റെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്നത് ഞാനിത് സത്യമായി ഞാൻ ചെയ്യും എന്നുള്ള ബോധ്യത്തോടെ നിന്നാൽ ദൈവത്തിന് നമ്മളെ ഓടിച്ചിട്ട് അനുഗ്രഹിക്കുക മാത്രമല്ല, ഒന്നിന്റെ പുറകെ നമ്മളോട് പറഞ്ഞ സകല ദൂതുകളും പ്രോമിസസ് വീഴും. ഹല്ലേലൂയ. കർത്താവ് നമ്മളുടെ ഉള്ളങ്ങളെ കാണുന്ന ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കാം. യേശപ്പാ, ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. എന്നെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത്, ചെറുതും വലുതുമായത്, ഞാനത് വിശ്വസ്തയോടെ ചെയ്യാൻ കർത്താവേ. മറ്റുള്ളവരുടെ കുസ്തയോടെ ചെയ്യാൻ കർത്താവേ. മറ്റുള്ളവരുടെ കുറ്റവും കുറവും കണ്ടുപിടിച്ചുകൊണ്ട് നടക്കുന്നതല്ല. ദൈവം എന്നെ ഏൽപ്പിച്ചത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാൻ എന്നെ പരിശുദ്ധാത്മാവെ ഒന്ന് സഹായിക്കണം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചെയ്യും തോറും എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ വാഗ്ദത്തങ്ങൾ എല്ലാം നിറവേറും. കർത്താവ് സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ. യേശുവൻ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.